മഹാലക്ഷ്മി സീരിയലിലെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഓണസദ്യ എല്ലാം ഉണ്ട്. മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും കൂടെ മുറിയിലേക്ക് വരുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, ഇനിയൊന്ന് വിശാലമായിട്ട് കിടന്നുറങ്ങണം, ഒരുപാട് നാളായി ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടെന്ന്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, മന്ത്രവാദം എന്നെല്ലാം പറഞ്ഞ് നാളെ 10,000 തട്ടിയെടുക്കാൻ ഒരുത്തൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നത് കാടിനുള്ളിലെ കരിങ്കാളി ക്ഷേത്രത്തിലെ പൂജാരിയാണെന്ന്. അമ്മയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. 1-2 തവണ ഞാൻ അമ്മയ്ക്കൊപ്പം പോയിട്ടുണ്ട്. എനിക്കും അയാളുടെ പൂജയിലൊന്നും ഒരു വിശ്വാസം തോന്നിയിട്ടില്ല. അപ്പോൾ അനന്ത് പറയുന്നത്, നാളെ അയാൾക്കിട്ട് 2 എണ്ണം പൊട്ടിക്കണം. ഇനി മേലാൽ അയാൾ ഒരു സ്ഥലത്തും മന്ത്രവാദം നടത്തരുതെന്ന് അനന്ത് പറയാം കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി പറയാ, നാളത്തെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. മരിച്ചെന്ന് വിശ്വസിച്ചിരിക്കുന്നവരുടെ അരികിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് അങ്ങനെ തന്നെയാണോ വേണ്ടതെന്ന്. എങ്ങനെ ശ്രമിച്ചാലും നമ്മളാരും മരിക്കില്ല എന്ന് എല്ലാവരും അറിയണമെന്ന് കണ്ണൻ പറയാണ്. അനന്ത് പറയുന്നുണ്ട്, ഇപ്പോൾ മഹിയുടെ അമ്മയെ കണ്ടിട്ട് പ്രതാപനും അവരുടെ അമ്മയും ആകെ പേടിച്ച് വിറച്ചിരിക്കുകയായിരിക്കും അല്ലേ. അമ്മയുടെ ദേഹത്ത് കയറിയിരിക്കുകയാണെന്നാണ് അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നതെന്ന് മഹാലക്ഷ്മി പറയുന്നു. അതിൻ്റെ ഒരു ഭയം എല്ലാവർക്കും എന്തായാലും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടോ. അനന്ത് പറയുന്നുണ്ട്, എടാ കണ്ണ, നിന്റെ രണ്ടാനമ്മയും അനിയനെയും അനിയത്തിയെയും നിന്റെ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കിയിട്ട് ചാണകവെള്ളം തെളിക്കാൻ നോക്കടാ എന്ന് പറയാണ്. കണ്ണൻ പറയുന്നുണ്ട്, അതിപ്പോൾ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ, കാരണം ഇയാളുടെ അനിയത്തിയെ കൂടെ പുറത്താക്കേണ്ടി വരില്ലേ. അപ്പോൾ അനന്ത് പറയുന്നുണ്ട്, അവൾക്ക് 2 വീടുണ്ടല്ലോ, കുടുംബ വീടും മുത്തശ്ശിയുടെ വീടും, അവിടെ പോയി എങ്ങാനും താമസിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള അനിയത്തിമാരെ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ മഹി എന്ന് അനന്ത് പറയാൻ കേട്ടോ. അവരൊക്കെ ചിന്തിക്കുന്നത് പോലെ നമുക്കും ചിന്തിക്കാൻ പറ്റില്ലല്ലോ അനന്തുവേട്ടാന്ന് മഹാലക്ഷ്മിയും പറയുന്നു. അനന്ത് പറയുന്നുണ്ട്, ചിന്തിക്കാനൊക്കെ പറ്റും, പക്ഷെ നമുക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റാത്തതെന്നും പറയുകയാണ്. ആ മനസാക്ഷി തന്നെയാണ് നമുക്ക് പലപ്പോഴും ആപത്തുണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അനന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഓണാശംസകൾ നേരുന്നു എന്നെല്ലാം പറയുന്നു. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ശരി, ഓണസദ്യ എല്ലാം കഴിഞ്ഞിട്ടാണോ ഓണം വിഷ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇത് നല്ലൊരു സദ്യ ഒരുക്കിയതിനുള്ള സ്പെഷ്യൽ മുത്തം കൂടി ഞാൻ തന്നതെന്ന് പറയുന്നു. അങ്ങനെ പ്രതാപൻ്റെ വീട്ടിലാണെങ്കിൽ പൂജയ്ക്കും പിന്നെ അതുപോലെ മന്ത്രവാദത്തിനുള്ള കളങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതാപനും മുത്തശ്ശിയും കരുണയും ഉണ്ണിയും എല്ലാം കരുതിയിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ പ്രേതം മോഹിനിയുടെ ദേഹത്ത് കയറി കൂടിയിട്ടുണ്ടെന്നുള്ള ഒരു എല്ലാവർക്കും തോന്നുകയാണ്. അങ്ങനെ മന്ത്രവാദിയോടായിട്ട് അത് സൂചിപ്പിക്കുന്നുമുണ്ട്. ഒരു ചെറിയ സംശയം ഞങ്ങൾക്കുണ്ട്, ഇവളുടെ ദേഹത്തുണ്ടോ എന്നുള്ളത്. അങ്ങനെ എന്തായാലും നമുക്കിന്നൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് മന്ത്രവാദിയും പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ ആ സമയം പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപനോട് ചോദിക്കുന്നു, അവിടെ എന്തായെന്നെല്ലാം അന്വേഷിക്കുന്നു. ഇവിടെ കളം വരച്ചു, മന്ത്രവാദം ആരംഭിച്ചു എന്നും പറയുന്നു. ഇനി എന്തായാലും അവളെ തളയ്ക്കുക തന്നെ ചെയ്യുമെന്നും പ്രതാപനും മേഘനാഥന് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോണെല്ലാം വെച്ച ശേഷം പ്രതാപനാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, അവിടെ മന്ത്രവാദം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇന്നത്തോടുകൂടി ഈ പൂജ ചെയ്യുന്നതോടുകൂടി അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവും മേഘ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ്. അങ്ങനെ മന്ത്രവാദി കൂടെ വന്ന ആൾക്ക് തന്നെ ആദ്യം നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെയാണ് ആത്മാക്കൾ നിലവിളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ഉണ്ണിക്കും എല്ലാം നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മോഹിനി വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് തന്നെ ചിരിക്കുകയൊക്കെ ചെയ്യാണ്. മന്ത്രവാദി പറയുന്നുണ്ട്, അവളെ ഞാൻ ഇന്ന് ഇവിടെ നേരിട്ട് വരുത്തുമെന്ന് പറയുന്നു. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, ഞങ്ങൾക്കും അവളെ നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മന്ത്രവാദി പറയുന്നുണ്ട്, എന്താ സംശയം, അവളെ കാണാൻ പറ്റുമെന്ന് തീർച്ച പറയാണ്. അതേസമയം തന്നെ മഹാലക്ഷ്മിയെ കൊണ്ട് മാർക്കോയും അനന്തവും കണ്ണനും അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കണ്ണൻ മാർക്കോനോടൊക്കെ പറയുന്നുണ്ട്, ഇന്ന് താൻ പറഞ്ഞതുപോലെ ഇന്നത്തോടുകൂടി ഇതിനൊരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയാണെങ്കിൽ മന്ത്രവാദിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. മഹാലക്ഷ്മിയെ നേരിട്ട് എല്ലാവരും കാണുന്നതോടെ എല്ലാവരും ഭയന്ന് വിറയ്ക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയൊരു എപ്പിസോഡാണ്. കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.